ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുക്കള്ളൻ ചോരകൻ്റെ ആവശ്യപ്രകാരം ഇന്ദ്രപുരത്തേക്ക് യാത്ര തിരിച്ചു. ഇത്തവണ കള്ളനെ പിടിക്കാൻ ഇന്ദ്രപുരത്തെ രാജാവ് തന്നെ നേരിട്ടിറങ്ങിയിരുന്നു. മുഴുക്കള്ളൻ ഒരു വ്യാപാരിയുടെ വേഷം ധരിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ കാത്തിരുന്നു. രാജാവും പരിവാരങ്ങളും നാട് മുഴുവൻ തിരഞ്ഞിട്ടും കള്ളൻ്റെ പൊടി പോലും കണ്ടെത്താനായില്ല. പകൽ മുഴുവൻ തിരഞ്ഞ് രാജാവ് ഒടുവിൽ ആ ക്ഷേത്രത്തിനരികിലെത്തി. അവിടെ വിളക്ക് തെളിഞ്ഞു കാണുന്നത് കണ്ട അദ്ദേഹം അങ്ങോട്ട് നടന്നു. അവിടെ ഒറ്റനോട്ടത്തിൽ വ്യാപാരി എന്ന് തോന്നുന്ന ഒരാളിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അയാളെ നോക്കിക്കൊണ്ട് രാജാവ് ചോദിച്ചു, ഈ സമയത്ത് നിങ്ങളിവിടെ എന്ത് കച്ചവടമാണ് ചെയ്യുന്നത്? ഈ വഴിക്കൊന്നും രാത്രി ആരും വരാറില്ലല്ലോ. അത് പ്രഭു, ഞാൻ വെറുതെ. മുഴുക്കള്ളൻ പരിഭ്രമത്തോടെ രാജാവിനെ നോക്കി പറഞ്ഞു. അയാൾ പരുങ്ങുന്നത് കണ്ടപ്പോൾ രാജാവ് ഭടന്മാരെ നോക്കി ആംഗ്യം കാണിച്ചു. അവർ അയാളെ പിടിക്കാനായി അടുത്തു വന്നു. ഉടനെ തന്നെ മുഴുക്കള്ളൻ പറഞ്ഞു, അയ്യോ പ്രഭു, ഞാൻ കുറച്ച് നാളായി രാത്രി ഇവിടെ ഇരിക്കാറുണ്ട്. രാത്രി ഏറെ വൈകുമ്പോൾ 4 കള്ളന്മാരിവിടെ വരും. അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളത് കാണാറുണ്ട്. അവരതെല്ലാം എനിക്ക് വിൽക്കും. എനിക്ക് നല്ല ലാഭം കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനതെല്ലാം വാങ്ങി അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ഇതല്ലാതെ വേറൊന്നുമില്ല. അയാൾ പറഞ്ഞത് കേട്ട് രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു, അത് ശരി, അപ്പോൾ കള്ളന്മാർ 4 പേരാണല്ലേ? അവന്മാർ ഇന്ന് വരുമോ? വരേണ്ടതാണ് പ്രഭു, നമുക്ക് നോക്കാം. ശരി, അവരെ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ തരുന്നതിൻ്റെ ഇരട്ടി സാധനങ്ങൾ ഞാൻ തരാം, രാജാവ് പറഞ്ഞു. മുഴുക്കള്ളൻ പെട്ടെന്ന് തന്നെ അത് സമ്മതിച്ചു. പക്ഷേ ഏറെ നേരം കാത്തു നിന്നെങ്കിലും ആരും അങ്ങോട്ട് വന്നില്ല. ക്ഷമ നശിച്ച രാജാവ് മുഴുക്കള്ളനോട് ചോദിച്ചു, എന്താ ആരും വരാത്തത്? താൻ എന്നോട് നുണ പറഞ്ഞതാണോ? ഞാൻ എന്തിനാണ് അങ്ങയോട് നുണ പറയുന്നത്? അവർ തരുന്നതിലും കൂടുതൽ തുക അങ്ങ് തരുമെങ്കിൽ എനിക്കതല്ലേ നല്ലത്. മുഴുക്കള്ളൻ പറയുന്നത് ശരിയാണെന്ന് രാജാവിന് തോന്നി. രാജാവ് താൻ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയ മുഴുക്കള്ളൻ തുടർന്നു, പ്രഭു, ഞാനിത് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എങ്കിലും എൻ്റെ സംശയമാണ്. ആകാംക്ഷ താങ്ങാനാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ കള്ളന്മാർ പറഞ്ഞു കേട്ട കഥ മുഴുവൻ എനിക്കറിയാം. പക്ഷേ ഇത്രയും സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ആ കള്ളന്മാർ എത്ര പേരാണ് എന്ന് പോലും അങ്ങേക്ക് കണ്ടെത്താനായിട്ടില്ല. ഇത് അവരുടെ കഴിവാണോ അതോ? മുഴുക്കള്ളൻ പകുതിയിൽ നിർത്തി. അത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. തൻ്റെ കഴിവുകേടിനെ പറ്റിയാണ് അയാൾ പറയുന്നത് എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ദേഷ്യത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മുഴുക്കള്ളൻ വീണ്ടും തുടർന്നു, പ്രഭു, അങ്ങ് കോപിക്കരുത്. ഇതൊരു പ്രജ എന്ന നിലയിൽ എനിക്ക് വന്ന സ്വാഭാവികമായൊരു സംശയമാണ്. അങ്ങ് ഒരു കാര്യം ചിന്തിക്കാമോ? ആദ്യം കബളിപ്പിക്കപ്പെട്ടത് ആരാണ്? ഒരു ക്ഷുരകനാണ്. അതും ഇരട്ടി പണം മോഹിച്ച് സ്വന്തം തൊഴിലിൽ നീതി കാണിക്കാത്ത ഒരു അത്യാഗ്രഹി. പിന്നീട് കബളിപ്പിക്കപ്പെട്ടത് കടയിൽ തുണിത്തരങ്ങൾ വാങ്ങാൻ വന്നയാളോട് അപമര്യാദയായി പെരുമാറിയ ഒരു വ്യാപാരി. കൂടെയുണ്ടായിരുന്ന കുട്ടി അയാളുടെ മകനാണെന്ന് പറഞ്ഞിട്ടും ആ വ്യാപാരി കുഞ്ഞിനെ അവിടെ പിടിച്ചു നിർത്തി. ഇതിനൊക്കെ അങ്ങ് എന്ത് ശിക്ഷ കൊടുത്തു? ഇതെല്ലാം പ്രജകൾ കാണുകയല്ലേ പ്രഭു? അയാൾ പറഞ്ഞത് കേട്ട് രാജാവ് നെറ്റി ചുളിച്ചു. വ്യാപാരി വീണ്ടും തുടർന്നു, പിന്നീട് അങ്ങയുടെ സേനാനായകൻ തന്നെയാണ് പറ്റിക്കപ്പെട്ടത്. അയാളാണെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ സ്വന്തം മകളെ പോലും പുറത്താക്കിയ ദുഷ്ടൻ. പണക്കാരനായി തിരികെ എത്തിയ മരുമകനെ അയാൾക്ക് സ്വീകരിക്കാനും പറ്റി. ഇങ്ങനെ ചെയ്യുന്നയാളാണ് അങ്ങയുടെ സേനയെ നയിക്കുന്നത്. ശത്രു രാജ്യത്തെ രാജാവ് കുറച്ച് പണം വീശിയാൽ അങ്ങയുടെ ഗതി എന്താവുമെന്ന് ഓർത്തിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. വ്യാപാരി പറഞ്ഞത് കേട്ട് രാജാവ് ഞെട്ടി. ഏയ്, നിങ്ങളിത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം, അദ്ദേഹം അലറി. പ്രഭു, ഞാൻ അങ്ങയുടെ ഒരു പ്രജയാണ്. ലക്ഷക്കണക്കിന് പ്രജകളുടെ ഒരു പ്രതിനിധി. എന്നെ അങ്ങേക്ക് ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ടൊക്കെ അങ്ങ് എന്താണ് നേടാൻ പോകുന്നത്? പ്രജകളുടെ മനസ്സിൽ വീണ കരട് നീക്കാൻ അങ്ങേക്ക് കഴിയുമോ? ബാക്കി കഥയും ഞാൻ തന്നെ പറയാം. അങ്ങയെ വിശ്വസിച്ച് വ്യാപാരം നടത്താനായി നാടിന് പുറത്തുപോയ ആ രത്നവ്യാപാരിയോട് അങ്ങയുടെ മന്ത്രി ചെയ്തത് എന്താണ്? വിളവ് തിന്നുന്ന വേലികളുള്ള കാലം. അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ മഹാരാജാവേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ വെളിച്ചത്ത് വന്നത് ആരുടെ കള്ളത്തരമാണ്? യഥാർത്ഥ കള്ളന്മാരെ രാജ്യത്ത് സംരക്ഷിച്ച് അങ്ങ് തിരിച്ചറിയാത്ത കള്ളൻ്റെ പിന്നാലെ ഓടുന്നു. മുഴുക്കള്ളൻ പറയുന്നത് ശരിയാണെന്ന് രാജാവിന് തോന്നി തുടങ്ങിയിരുന്നു. ഇനിയുള്ള കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞാൽ അങ്ങ് ചിലപ്പോൾ എൻ്റെ തല തന്നെ വെട്ടിക്കളയും. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ? രാജാവ് ആകാംക്ഷയോടെ മുഴുക്കള്ളനെ നോക്കി. മൗനം സമ്മതമായി എടുത്തുകൊണ്ട് മുഴുക്കള്ളൻ തുടർന്നു, ആ കള്ളന്മാരെ പിടിക്കാൻ അങ്ങേക്ക് കഴിയില്ല മഹാരാജാവേ. അങ്ങയുടെ കൂടെയുള്ള കള്ളന്മാരെ പിടിക്കാൻ കഴിവില്ലാത്ത അങ്ങേക്ക് ഒരിക്കലും അവരുടെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല. ആദ്യം അങ്ങ് സ്വയം തിരുത്താൻ തയ്യാറാവൂ.
അപ്പോൾ അവർ അങ്ങയുടെ മുന്നിൽ വന്നു നിൽക്കും. അങ്ങിപ്പോൾ എനിക്ക് വാഗ്ദാനം തന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ആ കള്ളന്മാർ തരുന്നതിൻ്റെ ഇരട്ടി. ഇതിപ്പോൾ അങ്ങയും അവരും തമ്മിൽ ഇനി മിണ്ടിയാൽ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് അവർക്ക് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇരട്ടി ചാട്ടവാറടിയായിരിക്കും. ഇത്രയും നേരം നിന്റെ വിടുവായ കേട്ട് ഞാൻ മിണ്ടാതിരുന്നു. എനിക്കൊരു കഴിവുമില്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണോ നീ? ഇന്ന് രാത്രിയും കൂടിയേ ഉള്ളൂ അവരുടെ കളി. നീ നോക്കിക്കോ. രാജാവ് പറഞ്ഞത് കേട്ട് മുഴുക്കള്ളൻ മിണ്ടാതായി. ഞാനിവിടെ രാജാവിൻ്റെ വേഷത്തിൽ നിന്നാൽ അവന്മാർ വരില്ല. നീ നിന്റെ ഈ ചാക്കിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം മാറ്റ്. ഞാൻ അതിൽ കയറിയിരിക്കാം. അപ്പം അവർ വരും, രാജാവ് പറഞ്ഞു. അദ്ദേഹം ഭടന്മാരെ മുഴുവൻ അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. താൻ വിളിക്കുമ്പോൾ ഓടിയെത്തണമെന്നും പറഞ്ഞു. രാജാവ് ചാക്കിൽ കയറി. ഭടന്മാർ അവിടെ നിന്നും നീങ്ങിയ ഉടനെ തന്നെ മുഴുക്കള്ളൻ ചാക്ക് മുറുക്കി കെട്ടി അവിടെയുള്ള ഒരു അഴുക്കുചാലിൽ തള്ളി. രാജാവിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുത്തുകൊണ്ട് അവൻ അച്ഛൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി. ഏറെ നേരമായിട്ടും രാജാവ് വിളിക്കാത്തത് കൊണ്ട് ഭടന്മാർ ക്ഷേത്രത്തിനരികിലേക്ക് തിരിച്ചു വന്നു. അവിടെ രാജാവിനെയും വ്യാപാരിയെയും കണ്ടില്ല. അവർ ചുറ്റും നോക്കി. അപ്പോഴാണ് അഴുക്കുചാലിൽ നിന്ന് രാജാവിൻ്റെ കരച്ചിൽ കേട്ടത്. അവരുടനെ തന്നെ ആ ചാക്ക് കണ്ടെടുത്തു. രാജ്യത്തെ മുഴുവൻ അഴുക്കുകളും പേറുന്ന ആ ഓടയിൽ ശരീരം മുഴുവൻ മുങ്ങി ആകെ നാറിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഭടന്മാർ ഭയപ്പാടോടെ അദ്ദേഹത്തെ നോക്കി. തങ്ങളെ സമർത്ഥമായി കബളിപ്പിച്ച് മുങ്ങിയ വ്യാപാരി തന്നെയായിരുന്നു കള്ളനെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. രാജാവ് ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന് തൻ്റെ തെറ്റു മനസ്സിലായിരുന്നു. രാജ്യത്തെ നിയമം പുതുക്കി എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. കൊട്ടാരത്തിലുള്ള എല്ലാ കള്ളനാണയങ്ങളെയും കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അത്യാഗ്രഹം പാടില്ല എന്നും അർഹതപ്പെട്ടതിലും അധികമായി ഒന്നും ആഗ്രഹിക്കരുത് എന്നും പ്രജകളെ പഠിപ്പിച്ചു. രാജ്യത്തെ അഴുക്കുചാലുകൾ മുഴുവനും വൃത്തിയാക്കപ്പെട്ടു. പരസ്പരം സഹായിക്കാനുള്ള മനസ്സുണ്ടാവണമെന്ന് അദ്ദേഹം പലയിടങ്ങളിലും പ്രസംഗിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രജകൾക്ക് രാജാവിൽ മതിപ്പും സ്നേഹവും ഉണ്ടായി. അദ്ദേഹമുള്ള കാലത്തോളം തങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്ന് പ്രജകൾ ഉറച്ചു വിശ്വസിച്ചു. ആയിടയ്ക്കാണ് ഒരു വൃദ്ധനും 4 യുവാക്കളും രാജാവിൻ്റെ മുന്നിൽ മുഖം കാണിക്കാൻ എത്തിയത്. രാജാവ് അവരെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. താൻ സ്വയം തിരുത്തുന്ന പക്ഷം ആ 4 കള്ളന്മാരും തൻ്റെ മുന്നിൽ വരുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹം പുഞ്ചിരിയോടെ അവരെ നോക്കി. കൂട്ടത്തിലേറ്റവും മുതിർന്നവന് താൻ കണ്ട വ്യാപാരിയുടെ അതേ ഛായയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അവരുടെ കഴിവുകളെ അഭിനന്ദിച്ചു. തൻ്റെ കണ്ണു തുറപ്പിച്ച മുഴുക്കള്ളനെ അദ്ദേഹം സ്വന്തം മന്ത്രിയായി നിയമിച്ചു. 3/4 കള്ളനെ സേനാനായകനാക്കി. അരക്കള്ളനെയും കാൽക്കള്ളനെയും ഇവരുടെ സഹായികളായി പ്രഖ്യാപിച്ചു. നിറകണ്ണുകളോടെ ചോരകൻ രാജാവിൻ്റെ മുന്നിൽ നിന്നു. കേവലം കള്ളനെന്ന് മുദ്രകുത്തി ലോകം അപമാനിച്ചിരുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സൽപ്പേര് തൻ്റെ മക്കൾ വാനോളം ഉയർത്തിയിരിക്കുന്നു. സ്വന്തം രാജ്യത്ത് തന്നെയുള്ള കാൽക്കള്ളന്മാരെയും അരക്കള്ളന്മാരെയും 3/4 കള്ളന്മാരെയും എന്തിന് മുഴുക്കള്ളന്മാരെയും തൻ്റെ മക്കൾ കാരണം രാജാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചോരകൻ അഭിമാനത്തോടെ മൂത്ത മകനെ ചേർത്ത് നിർത്തി. എല്ലാം കണ്ട് ഇന്ദ്രപുരത്തെ രാജാവ് പുഞ്ചിരി തൂകി. കഥയെ അവസാനിപ്പിച്ച് മോതിരം വിക്രമാദിത്യനോട് ചോദിച്ചു, അങ്ങ് പറയൂ മഹാരാജാവേ, ആരുടെ പ്രവൃത്തിയാണ് മഹനീയം, രാജാവിൻ്റെയോ കള്ളന്മാരുടെയോ? രാജാവിൻ്റെ പ്രവൃത്തിയാണ് മഹനീയം, വിക്രമാദിത്യൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ മൗനമുദ്രയ്ക്ക് സംസാരിക്കാതിരിക്കാനായില്ല. നിങ്ങളെന്താ കഥ മുഴുവൻ കേൾക്കാതെ ഉറങ്ങിപ്പോയോ? ആ കള്ളന്മാരാണ് മിടുക്കന്മാർ. അവർ പോലും അറിയാതെ 3 കള്ളന്മാരും നാട്ടുകാരെ പലതും പഠിപ്പിച്ചു. മുഴുക്കള്ളൻ്റെ ബുദ്ധി സാമർഥ്യത്തിലൂടെ രാജാവും പലതും തിരിച്ചറിഞ്ഞു. തിരിച്ചറിവുകൾ ഉണ്ടാവാൻ കാരണക്കാരാരാണോ അവരുടെ പ്രവൃത്തിയാണ് മഹനീയം. മൗനമുദ്ര പറഞ്ഞത് കേട്ട് വിക്രമാദിത്യൻ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കിഴക്കേ ചക്രവാളത്തിൽ ആദിത്യൻ ഉദിച്ചുയർന്നിരുന്നു. അത് തൻ്റെ മുന്നിലിരിക്കുന്നയാളുടെ വിജയചിഹ്നമായി അമ്മ തമ്പുരാട്ടിക്ക് തോന്നി. 3ാം തവണയും താൻ അറിയാതെ സംസാരിച്ചു പോയി എന്നോർത്തപ്പോൾ മൗനമുദ്രയ്ക്ക് ആകെ നാണക്കേട് തോന്നി. മത്സരം കഴിഞ്ഞിരിക്കുന്നു, ഇനി കുമാരി വാക്കുപാലിക്കൂ, വിക്രമാദിത്യൻ മൗനമുദ്രയെ നോക്കിക്കൊണ്ട് മൃദുവായി പറഞ്ഞു. അമ്മ തമ്പുരാട്ടി എഴുന്നേറ്റ് നിന്ന് കൂപ്പുകൈകളോടെ വിക്രമാദിത്യനോട് ചോദിച്ചു, മനുഷ്യരാൽ അസാധ്യമായ ഈ സാഹസങ്ങളെല്ലാം ചെയ്ത് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വന്ന അങ്ങ് ആരാണ് എന്ന് പറഞ്ഞാലും? അങ്ങ് നിർജീവമായ ഈ വസ്തുക്കളെ കൊണ്ട് പറയിപ്പിച്ച കഥകളെല്ലാം സദ്ഗുണങ്ങൾ ഏറെയുള്ളവയാണ്. ഓരോ കഥാപാത്രങ്ങളിലും നന്മയുടെ അംശമുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഞാൻ പോലും ഞാൻ അറിയാതെ ചെയ്ത എൻ്റെ തെറ്റുകളെപ്പറ്റി ചിന്തിച്ചുപോയി. അങ്ങ് സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. ദേവനോ ദാനവനോ ഗന്ധർവനോ ആരാണെന്ന് പറഞ്ഞാലും. അത് കേട്ടതോടെ മോതിരവും തിരശീലയും രാജകുമാരിയുടെ പട്ടുവസ്ത്രവും ഒരുമിച്ച് മറുപടി പറഞ്ഞു. തമ്പുരാട്ടി, നിങ്ങളിപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ ദേവേന്ദ്രൻ തൻ്റെ സ്വർണ്ണസിംഹാസനം നൽകി ആദരിച്ച വീരനെയാണ്. 1000 സംവത്സരങ്ങൾ ജീവിക്കുമെന്ന് വരം നേടിയ ഭദ്രകാളിദാസനെയാണ്. പകൽ പോലും ആരും ചെന്നു കയറാൻ മടിക്കുന്ന ശ്മശാന ഭൂമിയിൽ നിന്നും ഒറ്റയ്ക്കൊരു വേതാളത്തെ കീഴ്പ്പെടുത്തി അധീനതയിലാക്കാൻ തക്ക ധീരനെയാണ്. എന്തിന്?
ഭൂമിയിലെ വീരന്മാരായ 56 രാജാക്കന്മാരുടെയും അധിപൻ സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവിനെ അറിയില്ല എന്നും അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ കേട്ടിട്ടില്ല എന്നും പറഞ്ഞാൽ ഇതിൽ പരം ഒരു അജ്ഞത വേറെയുണ്ടോ? വിക്രമാദിത്യൻ എന്ന പേര് കേട്ടതോടെ മൗനമുദ്രയും അമ്മ തമ്പുരാട്ടിയും അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അദ്ദേഹം അവരെ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ചു. ശേഷം മൗനമുദ്രയുടെയും വിക്രമാദിത്യൻ്റെയും വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ഒരാഴ്ച അവിടെ താമസിച്ച ശേഷം ഭട്ടിയോടും രാജകുമാരിയോടുമൊപ്പം വിക്രമാദിത്യൻ നാഗനഗരത്തിലേക്ക് യാത്ര തിരിച്ചു. അതിനകം തന്നെ വിക്രമാദിത്യൻ എല്ലാ വിവരങ്ങളും മൗനമുദ്ര രാജകുമാരിയോട് പറഞ്ഞിരുന്നു. ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ രാജകുമാരി തയ്യാറായിരുന്നു. വിക്രമാദിത്യൻ പഴയ വൃദ്ധവേഷം ധരിച്ചു. ഗുണദീപിക പറഞ്ഞ 6 മാസക്കാലം കഴിയാറായി. വൈകാതെ അവർ നാഗനഗരത്തേക്ക് യാത്രയായി. അഹങ്കാരദീപികയും ഗുണദീപികയും ഈ സമയത്ത് രാജസദസ്സിൽ നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് രാജാവിൻ്റെ ഒരു ഭൃത്യൻ ഈ വിവരം അവിടെ വന്നു പറഞ്ഞത്. വൃദ്ധനായ ഗുണദീപികയുടെ ഭർത്താവ് പരീക്ഷണങ്ങൾ വിജയിച്ച് മൗനമുദ്ര രാജകുമാരിയെയും കൊണ്ട് തിരിച്ചെത്തിയ വിവരമറിഞ്ഞ് അഹങ്കാരദീപിക ഞെട്ടിപ്പോയി. പ്രതിജ്ഞ അനുസരിച്ച് ഇനി താൻ ഗുണദീപികയുടെ ദാസിയായി തുടരേണ്ടി വരും. തൻ്റെ ഭർത്താവ് തിരികെ വന്നതറിഞ്ഞ ഗുണദീപികയ്ക്ക് സന്തോഷമായി. അപ്പോഴേക്കും വൃദ്ധൻ മൗനമുദ്ര രാജകുമാരിയോടൊത്ത് ആ സദസ്സിലേക്ക് കടന്നു വന്നു. രാജാവ് ഉടനെ തന്നെ ഇനി മുതൽ അഹങ്കാരദീപിക ഗുണദീപികയുടെ ദാസിയായി തുടരണമെന്ന് പ്രഖ്യാപിച്ചു. അത് കേട്ട് ഗുണദീപിക പറഞ്ഞു, പ്രഭു, അടിയന് ദീപികയോട് യാതൊരു ദേഷ്യവുമില്ല. ഈയൊരു മത്സരം ഞാൻ ആഗ്രഹിച്ചതുമല്ല. നിവൃത്തിയില്ലാതെ ഏറ്റെടുക്കേണ്ടി വന്ന കർത്തവ്യമാണിത്. അവൾ ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെ തുടരാൻ അവളെ അനുവദിക്കണം. അതോടൊപ്പം അടിയൻ്റെ ഇനിയുള്ള ജീവിതം രോഗിയായ ഭർത്താവിന് വേണ്ടി മാറ്റിവെക്കാനും ആഗ്രഹിക്കുന്നു. അവസാന കാലത്തെ കഷ്ടതകൾ കുറയാൻ എൻ്റെ പരിചരണം വേണമെന്ന് അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായതാണ്. അത് കേട്ട് രാജാവ് പുഞ്ചിരിയോടെ ഗുണദീപികയെ നോക്കി. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ ഗുണദീപിക, ഇദ്ദേഹം രോഗിയായ ഒരു വൃദ്ധനാണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അമാനുഷികമായ കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളതെല്ലാം. 7 കോട്ടകൾ സാഹസികമായി കടന്ന് വിശ്വരഞ്ജിതപുരത്തെ രാജകുമാരിയെ കൊണ്ട് സംസാരിപ്പിച്ച് തിരിച്ചു വരാൻ കഴിവുള്ള ഒരേ ഒരാൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഉജ്ജയിനിയിലെ വിക്രമാദിത്യനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് രാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് വൃദ്ധനെ നോക്കി തൊഴുതു. പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് ഈ പാവം ദാസിയോട് അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തിയാലും. അപ്പോഴേക്കും അതുവരെ മിണ്ടാതിരുന്ന ഭട്ടി മുന്നോട്ട് വന്നു. ദൃഢമായ സ്വരത്തിൽ അവൻ പറഞ്ഞു, ദാസി എന്ന പദം ഇനി ഉപയോഗിക്കരുത്. ഞാൻ ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അനുജനായ ഭട്ടിയാണ്. ഈ നിൽക്കുന്നത് ഉജ്ജയിനിയിലെ ദൈവം സാക്ഷാൽ വിക്രമാദിത്യൻ തന്നെയാണ്. ഞങ്ങളുടെ പൊന്നുതമ്പുരാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കാറില്ല. ഗുണദീപിക ഇനി നാഗനഗരത്തെ ദാസിയല്ല, ഉജ്ജയിനിയിലെ റാണിയാണ്. ഭട്ടി പറഞ്ഞത് കേട്ട് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. അഹങ്കാരദീപിക നാണം കെട്ട് തലതാഴ്ത്തി. ഗുണദീപിക തനിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്നതിലും ഏറെ ഉയരത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഗുണദീപികയുടെ മുന്നിൽ മുട്ടുകുത്തി. അപ്പോഴേക്കും ഗുണദീപികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളും ഭയപ്പാടോടെ വിക്രമാദിത്യനെ വണങ്ങി. പ്രഭു, ഈ കേട്ടത് സത്യമാണോ? അങ്ങ് ഞങ്ങളുടെ മഹാരാജാവാണോ? ഈ ദാസിയെ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി വേഷം മാറി വന്നതാണോ? അവൾ തേങ്ങലോടെ ചോദിച്ചു. അതേ ഗുണദീപിക, 6 മാസക്കാലത്തോളം എനിക്ക് സിംഹാസനത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ കാട് ചുറ്റി നടന്നപ്പോഴാണ് നിങ്ങളെപ്പറ്റി കേട്ടത്. കേവലം ഒരു വൃദ്ധനാണ് എന്ന് മനസ്സിലായിട്ടും നീ എന്നെ പരിചരിക്കാൻ തയ്യാറായി. എല്ലാം തുറന്നു പറയണമെന്ന് അപ്പോൾ തോന്നിയിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഈ 6 മാസം ഇവിടെ ചെയ്യാനുണ്ടല്ലോ. എന്നാലും തുടർന്നുള്ള എൻ്റെ യാത്രയിൽ നീയും എന്നോടൊപ്പം വേണമെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. അരുത് പ്രഭോ, ഗുണദീപിക നാഗനഗരത്തെ വെറുമൊരു ദാസിയാണ്. വിക്രമാദിത്യനൊരു ദാസിയെ ഭാര്യയാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങയുടെ മറ്റ് റാണിമാർക്കും അത് കുറച്ചിലാണ്. അടിയൻ അങ്ങയോടൊപ്പം വരാനുള്ള അർഹതയില്ല. ദയവായി എന്നെ ഇവിടെ തന്നെ തുടരാൻ അനുവദിക്കണം പ്രഭോ. ഗുണദീപിക, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ മാത്രം ഒരാൾ ഉന്നതനാവുന്നില്ല. ആദ്യം നന്നാവേണ്ടത് അയാളുടെ മനസ്സാണ്. നല്ല മനസ്സോടെ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ആ വ്യക്തിയെ വാഴ്ത്തപ്പെടുന്നവനാക്കുകയുള്ളൂ. നിന്നിൽ ആ നന്മ ഞാൻ കണ്ടതാണ്. നിന്നെ ദാസിയാക്കിയത് ഇവിടെയുള്ളവരുടെ തെറ്റാണ് ഗുണദീപിക. അതിന് നീ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. ഇനി നിന്നെപ്പറ്റി അപവാദം പറയുന്നവരോട് സംസാരിക്കുന്നത് എൻ്റെ വാളായിരിക്കും. വിക്രമാദിത്യൻ പറഞ്ഞു. കല്ലിനെ പോലും പിളർക്കാൻ ശേഷിയുള്ള ആ വാക്കുകൾ ധിക്കരിക്കാനുള്ള ധൈര്യം ആ സദസ്സിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച ശേഷം താമസിയാതെ തന്നെ ഗുണദീപികയോടും മൗനമുദ്രയോടും ഒപ്പം വിക്രമാദിത്യൻ ഉജ്ജയിനിയിലേക്ക് തിരിച്ചുപോയി. കഥ അവസാനിപ്പിച്ച് സിംഹാസനത്തിലെ 16ാമത്തെ പ്രതിമ സ്വപ്നമായി ഭോജരാജാവിനോട് പറഞ്ഞു. മഹാരാജാവേ, അങ്ങിപ്പോൾ ഒരുപാട് കഥകൾ കേട്ടു. എക്കാലവും പ്രസക്തമായ ഏറെ കാര്യങ്ങൾ ഞങ്ങളുടെ പൊന്നു തമ്പുരാൻ വേതാളത്തിനെ കൊണ്ട് പറയിച്ച കഥയിലൂടെ ഇവിടെ കൂടിയിരിക്കുന്നവർ മുഴുവൻ കേട്ടു.
അങ്ങ് ചിന്തിച്ചു നോക്കൂ, ഇനിയും ഈ സിംഹാസനത്തിലിരിക്കണോ? വിക്രമാദിത്യന് പകരം വയ്ക്കാൻ പറ്റുന്ന രാജാക്കന്മാർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരോട് വരാൻ പറയൂ. അങ്ങ് ഈ വിഫല ശ്രമം ഉപേക്ഷിക്കൂ. സ്വപ്നമയിയുടെ വാക്കുകൾ കേട്ട് ഭോജരാജാവിന് വിഷമം തോന്നി. അദ്ദേഹം സിംഹാസനാരോഹണ ശ്രമം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. പിറ്റേന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ വീണ്ടും ഭോജരാജാവ് ആ സ്വർണ്ണസിംഹാസനത്തിന് മുന്നിലെത്തി. പരിഭാവനമായ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ താൻ അർഹനാണെന്ന് വീണ്ടും ഭോജരാജാവിന് തോന്നിത്തുടങ്ങിയിരുന്നു. അദ്ദേഹം പടികൾ കയറാൻ ആരംഭിച്ചു. 16 പടികൾ സുഗമമായി അദ്ദേഹം നടന്നു കയറി. 17ാമത്തെ പടിയിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന കല്യാണി എന്ന പ്രതിമ ഭോജരാജാവിനെ തടഞ്ഞു. ഭോജരാജാവേ, ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഇതിൽ കയറി ഇരിക്കാൻ ശ്രമിക്കുകയാണോ? വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കീർത്തിയുടെ 1/10 അങ്ങേക്കുണ്ടോ? ഞാനൊരു കഥ പറയാം, അത് കേട്ടിട്ട് അങ്ങ് സ്വയം ഒന്ന് ചിന്തിക്കൂ. ഭോജരാജാവ് ആവേശത്തോടെ അവളെ നോക്കി. കല്യാണി കഥ പറഞ്ഞു തുടങ്ങി.